ഈ നോമ്പ് കാലത്ത് കാമുകിയെ കാണാൻ പോകുന്നത് പോത്തില്ല. ബ്രിട്ടാനിയ ബിസ്കോഫോ? പൊന്നുമോനെ നിന്നെ കാരണം ഈ ലോകം നശിക്കരുത്. പൊന്നുമോനെ നിന്നെ കാരണം ഈ നാട് നശിക്കരുത്. ഈ ദുനിയാവിലൊരു ഭാരമായി മാറരുത്. പൊന്നുമോന്റെ വികാര വിചാരങ്ങളെല്ലാം അടക്കി വെക്കാൻ സഹായിക്കണേ. കഴിച്ചിട്ട് പള്ളി പോയിട്ടാ. വാപ്പ ഒരു വാപ്പയാണോ? വാപ്പ എന്റെ വീട്ടിൽ നിറച്ചില്ല വാപ്പാ, എന്നെ പട്ടിണി കിടല്ലേ വാപ്പാ. ഇതൊക്കെ ഉള്ളതാണ്. നിന്റെ വാപ്പ ജബ്ബാർ. കുറച്ച് നേരത്തേക്ക് ഞാൻ വിശ്വസിച്ചു. ഈ പാപം എല്ലാം കൂടെ ഇക്കായനും കൂടെ എവിടെ കൊണ്ട് തീർക്കൂടാ. അവസാനമായിട്ട് എപ്പോഴാ മലയ്ക്ക് പോയത്? 6ാമത്തെ വയസ്സിൽ. പിന്നെന്ത് പോവാന്? വ്രതം എടുത്താൽ നോൺ വെജ് കഴിച്ചുവിടുന്ന റൂളുണ്ട്. അപ്പൊ കൂടുതൽ തൊലിക്കല്ലേ? എല്ലാരും കണക്ക് തന്നെ. യാ അല്ലാ. എന്താ മെനഞ്ഞാന്ന് നോമ്പായിട്ട് ഉച്ചയ്ക്ക് മന്തിക്കവിടെ ഇറങ്ങി വരുന്നുണ്ടല്ലോ ഇക്ക. ഞാനോ? ഇക്ക തന്നെ മെനങ്ങാന്ന്. അത് ഞാൻ മണം പിടിക്കാൻ പോയത്. മണം പിടിക്കാനോ? ആ, ഈ നോമ്പ് സമയത്ത് നമുക്ക് വിശപ്പടക്കാൻ പറ്റില്ലെങ്കിൽ മണം പിടിച്ച് വിശപ്പ് പറ്റാം. നോമ്പ് അറിയില്ല അല്ലേ? അതുപോലെ അറിയാണ്ടോ അബദ്ധത്തിലോ കഴിച്ചാൽ നോമ്പ് മുറിയൂല. ഉമ്മ നിസ്കരിക്കുന്ന സമയം നോക്കി അടുക്കളയിൽ കയറി പ്ലേറ്റ് എടുത്ത് അതിനകത്ത് 2 അരിപ്പത്തിരിയും ചാറും ഒഴിച്ച് കമാന്ന് അടിക്കുന്ന അല്ല അബദ്ധം. ഞാൻ നാളെ നോമ്പെടുത്താലോ? എടുക്കുന്നതൊക്കെ കൊള്ളാം. എന്നെ പോലെ റാഹത്തായിട്ട് എടുക്കണം. എന്തൊക്കെയാ ഞാൻ ചെയ്യേണ്ടത്? ഉമ്മുനീര് വന്നാ ഇറക്കരുത്, കഫം വന്നാ തുപ്പണം. അങ്ങനെ ഞാൻ ഇറക്കി പോയാലോ? പോയാലോ? എന്ന് വെച്ചാ അപ്പാടെ മുറിഞ്ഞെന്ന് നിന്റെ നോമ്പ്. കുളിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇത്തിരി വെള്ളം ഞാൻ ഇറക്കിയാലോ? യാ ജിദ്ദാനി വൽ മിത്വാ. അതിന്റെ അർത്ഥം നരകത്തിലാണ് കുഞ്ഞേ നിന്റെ സ്ഥാനം. മിത്ത് എന്തോന്നു? ഇതെന്തോന്നു? ഇതൊന്നുമില്ല. അപ്പൊ ഇതൊന്നുമില്ല. ഈ നോമ്പ് പിടിക്കുന്നതേ ആക്ച്വലി ഈ പാവപ്പെട്ടവരുടെ പട്ടിണിയുടെ വില അറിയാൻ വേണ്ടിട്ട്. എന്തൊക്കെ കഴിച്ച്? ഈത്തപ്പഴത്തിൽ തുടങ്ങി 4 സമൂസ, 2 വെജ് 2 നോൺ വെജ്, പിന്നെ ഇതുപോലത്തെ ഒരു തണ്ണിമത്തം കഴിച്ച്, പിന്നെ പൊറോട്ടയും ബീഫ് കറിയും കഴിച്ച്, പിന്നെ ഒരു ചിക്കൻ ബിരിയാണിയും കഴിച്ച്. ആ, കഞ്ഞി കുടിച്ച് പള്ളിന്ന്. അത് സുന്നത്താ. പള്ളിയിലോട്ടൊരു കുഴി പറയട്ടെ. എടാ, സത്യത്തിൽ ഒരു മനുഷ്യന് ഇത്രയൊന്നും തിന്നാൻ പറ്റൂല. മോനെ, രാത്രി പള്ളി തറാവിക്ക് പോയിട്ട് കുനിയെ നുവരെയും ചെയ്യണ്ടേ? അസ്സലാമു അലൈക്കും ഷാനി. വലൈക്കും സലാം. എവിടെ പോന്നു? നമസ്കരിക്കാൻ. ഈ കൈ ഇരിക്കുന്ന സാധനത്തിന്റെ പേരെന്ത്? മുസാമി. മുസംബി. അത് നീ നോമ്പ് ഉറച്ചപ്പോ ഞാൻ തിന്നത്. മുസാമില്. അത് നിങ്ങളുടെ പള്ളിയിലെ മുക്രി. ഇക്ക എന്തുവായിരുന്നു ഇക്ക എന്റെ പേര്? മൂസ. എടാ, എന്റെ മോന്റെ കളി കണ്ട ആരോ മുട്ടയിൽ കൂടോത്രം വെച്ചിട്ടുണ്ട്. അവന്റെ മുട്ടയടിച്ചങ്ങ് പൊട്ടിക്കണം. അതാരാ വരുന്നത്? നമ്മുടെ മോഹനന്റെ മോനും അവന്റെ പെണ്ണുമ്പിള്ളേ. നമ്മളെയും കൂടെ ഒക്കെ പരിചയപ്പെടുത്തണ എന്റെ പെണ്ണുമ്പിള്ളേ. ആ ടീന, ഇത് ജോസഫ് മാമൻ, 60 വയസ്സ്, ഉടനെ നിര്യാതനാവും. ഇത് പുള്ളിയോട് സീനിയർ ആയിട്ട് പഠിച്ച കേശവൻ നായർ, 65 വയസ്സ്, ഇത് ഉടനെ പോകും. ഹായ് കാശു അങ്കിൾ. ഹായ് മോളു. ഹണിമൂണൊക്കെ എവിടെ ആയിരുന്നു മോളെ? Actually we went to Bali. ഓ, ബാലി. Yeah, you also went to Bali. ബാഹുബലി. You went, right? ബാഹുൽ. Okay, relax. എന്തൊക്കെ പറഞ്ഞാല് സഞ്ജു സാംസങ്. സാംസങ് അല്ല, നോക്കിയ. എടാ, സാംസങ്. പേരെന്തായാലും അവന്റെ കളി വിസ്മയം. ആ വിസ്മയ തുമ്പത്തിരിക്കാണ് എന്റെ മോൻ. അവനും കളിക്കും തന്നെ. ഓ, അവന്റെ കളി കാണണം. കോച്ച് പിടിക്കും. അത് ഈ റൺസ് എടുക്കുന്നതിന്റെ ഇടയ്ക്ക് കാലില് മസിൽ പിടിക്കണായിരിക്കും. എടാ, അല്ലടാ, പിന്നെ അത് കണ്ടാ നമുക്ക് പുളകം.
പുളകം കൊള്ളും. അതല്ലേ അവന് ഞാൻ പുളകേശ് എന്ന് പേരിട്ടു. ഓ ദേ വരുന്നു നിന്റെ മോ പൊളകേശ് അടി തന്നെ. കണ്ടാടാ, ബാറ്റും ബോളൊന്നും വേണ്ട എന്റെ പോന്. പുളകേശ് ഇങ്ങ് വാടാ. എന്താ മാമ? നീ ഭയങ്കര കളിക്കാരനാന്ന് നിന്റെ അച്ഛൻ പറഞ്ഞിട്ട് കഴിഞ്ഞ കളിയിൽ റൺഔട്ട് ആയ നല്ലടാ ഇവിടുത്തെ പിള്ളേര് പറയുന്നത്. എന്റെ അമ്മ കറക്റ്റിന് ഞാൻ ബാറ്റ് ആ ഗ്രീസിൽ കുത്തിയതാ. എവിടെ? സ്റ്റമ്പിന്റെ ഫ്രണ്ടിൽ പുട്ടുകൂടി വെച്ച് വരച്ചിടൂലേ. ഗ്രീസ് മറ്റേ നിറബറ പുട്ടുപിടി തറബറ. അവന്റെ പുട്ടുകോടി ഗ്രീസല്ലടാ ഓയില്. ഇവനെ പറ്റിക്കാണ്ടാ. എന്റെ മാമ അമ്പയർ കോയാണ്, അയാളെ ചതിച്ചു. താഴത്തെ മുജീബിന്റെ വീട്ടിൽ അപ്പുറത്തുള്ള കോയ അവന്റെ വലത്തെ കണി ഞാൻ പെടുത്തു. സംസ്കാരത്തോട് സംസ്കാരം. എന്റെ പന്നച്ച കോയല്ല, കോഴ ഒറ്റകളിയാന്ന്. ഒറ്റകളിയാ? നീ ആരോട് വെച്ചാ ഒറ്റ കളിക്കാൻ പോയി? അച്ഛന്റെ വിലകളെ അതേ തന്റെ ക്രിക്കറ്റ് അറിഞ്ഞുണ്ടെങ്കിൽ വാടച്ചിരുന്നോണം. മാമ ഇത് കേക്ക്. നീ പറയടാ മോനെ. അതിന് മുന്നത്തെ ബോളന്റെ കാലിൽ തട്ടിപ്പോ അങ്ങനെ BMW വിളിച്ച് എവിടെ പോവാണ്ട? ഔട്ടാക്കിന്ന്. എടാ അത് LBWയുടെ ഡബ്ലിംഗ് മോറ. നീ എന്തോ കളിക്കണ? BMW വെച്ച് നിന്നെ ഔട്ടാക്കി നീ അച്ഛന്റെ MIT എടുത്തോണ്ട് കേറാൻ ചെന്നടാ. ബോബ് മാളി എന്ന് പറയുമ്പോ ബാലമുരളി ഞാൻ പോന്നു പുല്ല്. Okay, okay, relax. കേശവ ഒന്നുമില്ല. എന്തിനാ നിന്റെ കയ്യില്? വേസ്റ്റ് എന്ന് കണ്ടിട്ട് തോന്നലല്ല. തോന്നില്ലേ? തിന്നത് കാണിക്കാൻ കൊണ്ടു നടക്കുന്നതാടാ. ആ പറമ്പിൽ കൊണ്ട് കളയാൻ പോന്നു. അതിനല്ലേടാ ഈ ഹരിത കർമ്മസേന ഉള്ളത്. അവര് വീട്ടിന്റെ വാതിക്ക വന്നെടുത്തോണ്ട് പോത്തില്ലടാ. പിന്നെ എന്തിനടാ ഈ പറമ്പിലും തോട്ടിലും ഒക്കെ കൊണ്ട് കളയണ വേസ്റ്റ്? Oh, really? പിന്നെ അല്ലാതെ പോലെ ഇപ്പൊ പണ്ടത്തെ പോലൊന്നും അല്ല. കഴിഞ്ഞ 10 വർഷത്തിൽ ഭയങ്കര മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കുന്ന മാലിന്യങ്ങള് അവര് കമ്പോസ്റ്റ് ആക്കി ഹരിതമിത്രം എന്നുള്ള പേരിൽ നല്ല ജൈവ വളങ്ങളായിട്ട് വിപണിക്കിട്ടുകയും ചെയ്യും. പിന്നെ അവര് പ്ലാസ്റ്റിക് ഒക്കെ പൊടിച്ച് അവര് റോഡ് പണിക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്യും. ഓ എങ്കിൽ ഇത് മാമന്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോയിക്കോ. എടേ നിന്റെ വീട്ടിലും വരൂടാ. ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് വീട്ടിൽ കാണത്തില്ല. ഒന്നുകൂടെ ഹണിമൂൺ പോവാ. അപ്പൊ കൊടുത്തിരുന്നാ മതി. ഇത് കൊണ്ടുപോടാ. ഓ എന്തോന്നറാ ഇപ്പൊ തിന്നണത്?